ഇന്നത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി വലിയ പ്രതിസന്ധിയിലേക്ക്. നിത്യോപയോഗ സാധനങ്ങളുടെയും പാചകവാതകത്തിന്റെയും വില വർധനമാണ് പദ്ധതിക്ക് തിരിച്ചടിയായത്. സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കാത്തത് കാരണം കുട്ടികളുടെ അന്നം മുടങ്ങാതിരിക്കാൻ കയ്യിൽ നിന്നും പണം ചെലവാക്കേണ്ട അവസ്ഥയിലാണ് അധ്യാപകർ. പാചകവാതകത്തിനും ഭക്ഷ്യധാന്യങ്ങൾക്കും പുറമെ പാലിനും മുട്ടയ്ക്കും വില കുതിച്ചുയർന്നതാണ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ താളം തെറ്റിച്ചത്. നിലവിൽ പ്രീ പ്രൈമറി, ലോവർ പ്രൈമറി വിഭാഗങ്ങളിൽ ഒരു കുട്ടിക്ക് 6.78 രൂപയും UP വിഭാഗത്തിൽ 10.17 രൂപയുമാണ് സർക്കാർ വിഹിതമായി നൽകുന്നത്. 2025 പരിഷ്കരിച്ച ഈ നിരക്ക് വെച്ച് നിലവിലെ വിപണി വിലയിൽ ഭക്ഷണമൊരുക്കുക അസാധ്യമാണെന്ന് അധ്യാപകർ പറയുന്നു. ഉച്ചഭക്ഷണത്തിന് വേണ്ടി പ്രത്യേക മെനുവാണ് സ്കൂളുകളിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ മെനുവിലെ വിഭവങ്ങൾ കുറയ്ക്കുന്നതിനെ കുറിച്ചാണ് അധ്യാപകർ ആലോചിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരു തരത്തിലുള്ള ഇടപെടലും ഇതിൽ നടത്താത്തതും പദ്ധതിക്ക് തിരിച്ചടിയായി. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് KSTA സംസ്ഥാന സെക്രട്ടറി ഷാഫി പറഞ്ഞു. കേരളത്തിൽ മാത്രം നൽകുന്ന അധിക പോഷകാഹാര പദ്ധതി ആയ മുട്ടയുടെയും പാലിൻ്റെയും വിതരണവും. മുട്ടയ്ക്ക് 6 രൂപ നിശ്ചയിച്ചാണ് തുടങ്ങിയത്. അന്ന് അതായിരുന്നു ഉണ്ടായിരുന്ന നിരക്ക്. എന്നാൽ ഇപ്പോൾ 8.5 രൂപയും 9 രൂപയും കൊടുത്തുകൊണ്ടാണ് ഹെഡ് മാസ്റ്റർമാർ മുട്ട കുട്ടികൾക്ക് വാങ്ങി നൽകുന്നത്. പാലിന് 52 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സർക്കാർ സ്ഥാപനം തന്നെയായ മിൽമ 60 രൂപക്കാണ് പാല് നൽകുന്നത്. ഈ അധികമായി വരുന്ന തുകയെല്ലാം തന്നെ സ്കൂളിലെ നടത്തിപ്പുകാരായിട്ടുള്ള ഹെഡ് മാസ്റ്റർമാരുടെയും അധ്യാപകരുടെയും ചുമലിലാണ്. ഈ വിലക്കയറ്റത്തിനനുസരിച്ച് ഇതിനുള്ള തുക വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സർക്കാർ അതിനോടൊന്നും തന്നെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി സംഘടന മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പറയാനുള്ളത്. അധിക പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് നൽകുന്ന പാലിന്റെയും മുട്ടയുടെയും കാര്യത്തിലാണ് പ്രതിസന്ധി രൂക്ഷം. ഒരു മുട്ടയ്ക്ക് സർക്കാർ നൽകുന്നത് 6 രൂപയാണെങ്കിൽ പൊതുവിപണിയിൽ 8 രൂപ മുതൽ 10 രൂപ വരെയാണ് നിലവിലെ വില. 1 ലിറ്റർ പാലിന് സർക്കാർ വിഹിതം 52 രൂപയാണെന്നിരിക്കെ വിപണിയിൽ ശരാശരി 60 രൂപ വരെ നൽകേണ്ടി വരുന്നു. ഈ തുക തികയാതെ വരുമ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കിയാണ് അധ്യാപകർ ഉച്ചഭക്ഷണ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാചകവാതക പ്രതിസന്ധിയും സാധനങ്ങളുടെ അമിതമായ വിലക്കയറ്റവും സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. അധികാരത്തിലേറി 2 മാസം പിന്നിട്ടിട്ടും സർക്കാരിൻ്റെയോ വകുപ്പ് മന്ത്രിയുടെയോ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഇക്കണക്കിനാണെങ്കിൽ ഈ പദ്ധതി, സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി അവസാനിപ്പിക്കലിൻ്റെ വക്കിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ക്യാമറമാൻ പ്രമോദ് പന്നിയുടനൊപ്പം നൗഫൽ മുഹമ്മദ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.